നമസ്കാരം. മധുരയിലെ ഹൈന്ദവ വിശ്വാസികൾക്ക് നേരെ വീണ്ടും ക്രൂരത. മുരുക ക്ഷേത്രത്തിന് സമീപം മൃഗഹത്യ നടത്താൻ ശ്രമമുണ്ടായെന്നൊരു വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. മലയിലെ ദർഗയുടെ പേര് പറഞ്ഞ് ഭരണകക്ഷി പിന്തുണയോടെ ക്ഷേത്രഭൂമിക്ക് കൈയടക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ മുരുക ഭക്തർ പ്രതിഷേധം ശക്തമായതോടെ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രദേശത്ത് നിരോധനാജ്ഞയും പ്രഖ്യാപിച്ചിരുന്നു. നിലവിൽ ക്ഷേത്രത്തിലേക്ക് രാഷ്ട്രീയ നേതാക്കൾക്ക് പ്രവേശനം അനുവദിച്ചിട്ടില്ല. ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന മലയിൽ സിക്കന്ദർ ദർഗ എന്ന പേരിൽ ആരാധനാലയം സ്ഥാപിക്കാനും ഇവിടെ മൃഗഹത്യ നടത്താനുമാണ് ശ്രമം നടക്കുന്നത്. ഭരണകക്ഷികൾ ജിഹാദികൾക്ക് കൂട്ടുനിൽക്കുന്നതായും DMK MLA-മാർ ദർഗയിലെത്തി മാംസാഹാരം കഴിച്ച് ഹൈന്ദവ വിശ്വാസികളെ അവഹേളിക്കാൻ ശ്രമിച്ചുവെന്നും ഭക്തർ ആരോപിക്കുന്നു. ക്ഷേത്രം വഖഫ് ഭൂമിയുടെ ഭാഗമാണെന്ന SDPI ഉൾപ്പെടെയുള്ള വർഗീയ സംഘടനകളുടെ അവകാശവാദവും ഇതിനോടകം ഉയർന്നു വന്നു. സംഭവത്തിൽ പ്രതിഷേധവുമായി നൂറുകണക്കിന് ഭക്തർ ഒത്തുകൂടി. സംഭവത്തിൽ ക്ഷേത്രം സംരക്ഷിക്കണമെന്ന ആവശ്യവുമായി ഹിന്ദു മക്കൾ കക്ഷികോടതിയെ സമീപിച്ചു. പ്രതിഷേധിച്ച BJP നേതാവ് H. രാജയ്ക്കെതിരെ പോലീസ് കേസെടുത്തു. അതേസമയം അടുത്തിടെയായി ഇത്തരം വാർത്തകളുടെ തോത് കൂടി വരികയാണ്. കുറച്ചു ദിവസങ്ങൾ മുൻപാണ് ഇസ്ലാമിക സംഘടനകൾ തമിഴ്നാട്ടിലെ ത്രിപുരൻകുണ്ട്രം നഗരത്തിലെ മൃഗങ്ങളെ കശാപ്പ് ചെയ്യുന്നു എന്നൊരു വിവരം ലഭിച്ചത്. മധുരയിലെ പ്രശസ്തമായ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന പുണ്യ മധുരക്കുന്നിലെ ദർഗയിൽ ആടുകളെയും കോഴികളെയും അറുത്ത് കുർബാനി അർപ്പിക്കുന്നത് തടയാൻ ശ്രമങ്ങൾ നടക്കുന്നതിനിടെയായിരുന്നു ഇത്. മധുരയിലെ തിരുപ്പറംകുന്നം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രക്കുന്ന് ഒരു പുരാതന സ്ഥലമാണെന്നും ഹിന്ദുക്കൾക്ക് വലിയ മതപ്രാധാന്യമുണ്ടെന്നും ഇവിടുത്തെ വിശ്വാസികൾ പറയുന്നു. ഇസ്ലാമിക ജമാഅത്ത് നേതാക്കളുടെ നേതൃത്വത്തിൽ ഒരു കൂട്ടം മുസ്ലിങ്ങൾ ദർഗയിൽ ആടിനെയും കോഴിനെയും കുർബാനി ചെയ്യാൻ കുന്നിൻ മുകളിലേക്ക് കയറാൻ ശ്രമിച്ചു. എന്നാൽ ദർഗയിൽ പ്രാർത്ഥനകൾ മാത്രമേ അനുവദിക്കൂ, മൃഗബലി പാടില്ല എന്നതിനാൽ ജമാഅത്ത് നേതാക്കൾക്ക് പോലീസ് പ്രവേശനം നിഷേധിച്ചു. ബലികർമ്മങ്ങൾ നടത്താൻ അനുമതി നൽകി ഇസ്ലാമിക സംഘടനകൾ റവന്യൂ ഉദ്യോഗസ്ഥർ പ്രതിനിധിയുള്ള ജില്ലാ ഭരണകൂടവുമായി കഴിഞ്ഞ ആഴ്ച ചർച്ച നടത്തിയതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. മുരുകന്റെ 6 പുണ്യസ്ഥലങ്ങളിൽ ഒന്നായ കുന്നിൽ മൃഗങ്ങളെ ബലിയർപ്പിക്കാനുള്ള മുസ്ലിങ്ങളുടെ ശ്രമത്തെ ഹിന്ദു മുന്നണി അംഗങ്ങൾ ചെറുതാക്കി. കുന്നിനെ ഇസ്ലാമിക ആരാധനാലയമാക്കി മാറ്റാൻ മുസ്ലിങ്ങൾ ശ്രമിക്കുന്നുണ്ടെന്ന് അവർ പറഞ്ഞു. BJP സംസ്ഥാന പ്രസിഡന്റ് K. അണ്ണാമലയുടെ അഭിപ്രായത്തിൽ തിരുപ്പൻകുന്നം കുന്നിന് മുരുകന്റെ ആദ്യത്തെ പുണ്യസ്ഥലം എന്ന നിലയിൽ സമ്പന്നമായ ഒരു ഹിന്ദു ചരിത്രമുണ്ട്. ചിലർ തിരുപ്പൻകുന്നം കുന്നിനെ സിക്കന്ദർ മല എന്നാണ് വിളിക്കുന്നത്. ഭരണകക്ഷിയായ DMK മുസ്ലിം പ്രീണനയിൽ ഏർപ്പെടുന്നുവെന്ന് BJP നേതാവ് ആരോപിച്ചു. മതവിശ്വാസങ്ങൾ പരിഗണിക്കാതെ തിരുപ്പൻകുന്നം കുന്നിന് മുകളിൽ സമാധാനം നിലനിർത്തേണ്ടതിന്റെ പ്രാധാന്യം അദ്ദേഹം പറഞ്ഞു. ഇതിനൊക്കെ ശേഷമാണ് ഇപ്പോൾ വീണ്ടും തമിഴ്നാട്ടിൽ തന്നെ ഇങ്ങനൊരു സംഭവം ഉണ്ടായിരിക്കുന്നതെന്നാണ് ശ്രദ്ധേയം. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ. ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം. ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്. തീർത്ഥയാത്ര.com. അയൺ ബിൽഡ് ഗുജറാത്ത്. പവേർഡ് ബൈ ജ്യോതിസ്. റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Achigal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyothis Building Promoters Private Limited, Thiruvananthapuram.